ബാക്ക് ടു അവർ ചാനൽ സ്നേഹനിധി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു കാറ് നിങ്ങൾക്ക് അധികം കണ്ടു പരിചയം ഉണ്ടാവില്ല, കാരണം ഇവൻ നമ്മുടെ ഫാമിലിയിലെ പുതിയ മെമ്പറാണ്. ഒരു 1 മന്തൊക്കെ ആയി എടുത്തിട്ട്. അപ്പോൾ നമ്മുടെ പുതിയ മെമ്പറാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് റെഡിയായി ഇറക്കിയിരിക്കുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല, നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ടാണ്. ചേച്ചിയാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. ചേച്ചിയുണ്ട്, കുട്ടികളുണ്ട്, അമ്മയുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പം നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം വൃശ്ചിക മാസം ആയതുകൊണ്ടും മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളൊക്കെ ഒരുപാട്, പൊതുവേ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട്. പിന്നെ ഈ സമയം അയ്യപ്പന്മാരുടെ സമയമായതുകൊണ്ട് അവരുടെ ഒരു തിരക്കും കൂടെ കാര്യമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ എല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അമ്പലത്തിലേക്ക് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ അവിടെ ഉള്ള ക്യൂ ആണ് കേട്ടോ. ഞങ്ങൾ വഴിപാട് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് വഴിപാടിന് രസീതൊക്കെ എഴുതിച്ചതിന് ശേഷമാണ് ക്യൂ നിൽക്കാൻ പോയത്. ക്യൂ എന്ന് പറഞ്ഞാൽ പോരാ, ഏകദേശം ചുറ്റമ്പലം ചുറ്റും ഫുൾ ക്യൂ ആയിരുന്നു. അത്രയും ജനത്തിരക്കായിരുന്നു കേട്ടോ. ശേഷം നമ്മൾ ചുറ്റും തൊഴുകയാണ് കേട്ടോ. നമുക്കകത്ത് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അതുപോലെ ഒരമ്പലത്തിലും അങ്ങനെ അകത്ത് വീഡിയോസ് എടുക്കാറില്ല കേട്ടോ. അപ്പം നമ്മൾ പുറത്ത് ചുറ്റമ്പലത്തിൽ തൊഴുകയാണ്. കാണുന്നതാണ് കേട്ടോ നമ്മുടെ ക്യൂ. ഏകദേശം ഇത് ബാക്ക് വശമാണ്, അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് ക്യൂ നിൽക്കുന്നത്. കണ്ടില്ലേ, ഇത്രയും ജനത്തിരക്കായിരുന്നു അവിടെ ഇന്ന്. അത്രയും ക്യൂ നീണ്ട് ചുറ്റമ്പലം ഇങ്ങനെ ഫുള്ളാവാറായി, അത്രയും ക്യൂ ആയിരുന്നു. മാൾട്ടിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൈ വേദനിക്കുന്നുണ്ട് ആൾക്ക്, എന്നാലും ആൾ കുറേ ഇങ്ങനെ ട്രൈ ചെയ്യും. ഇവിടെ വരുമ്പോൾ ഈ ഊഞ്ഞാലാടാനായിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. പിന്നെ നമുക്ക് കാണാനും ഒരു രസം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ ചെയ്തു. ആദ്യമോൻ ഓടി നടക്കുകയായിരുന്നു കേട്ടോ. ഓടി നടന്ന് നമ്മൾ ഗണപതിനെ തൊഴാനായിട്ട്, കുളത്തിൻ്റെ അടുത്തുള്ള ഗണപതിനെ തൊഴാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ അമ്പലക്കുളം നിറയെ അമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ അടുത്തേക്ക് പോയി എടുത്തില്ല. നിറയെ അമ്പലമൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്.
അപ്പം അങ്ങനെ നമ്മളെല്ലായിടവും തൊഴുത് കഴിഞ്ഞ് വന്ന് ദേ പ്രസാദമൊക്കെ തീർത്ഥവും പ്രസാദമൊക്കെ വാങ്ങിച്ചു. തൊഴുത് കഴിഞ്ഞിട്ട് ആദ്യമോ ദേ എനിക്ക് തൊട്ട് തരാനായിട്ട് വരികയാണ്. അങ്ങനെ നമ്മൾ പിന്നെ വഴിപാടുകൾ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസാദവും ഇവിടെ ഒരു കൗണ്ടറിലാണ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ചേച്ചി മാൾട്ടിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ അമ്പലത്തിൽ പോയതിൻ്റെ വിശേഷങ്ങൾ. നമ്മൾ തൊഴുതിറങ്ങിയിട്ട് ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ അയ്യപ്പന്മാർക്ക് വേണ്ടി വിശ്രമ കേന്ദ്രവും അവർക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ കാറിൻ്റെ അടുത്തെത്തി. നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ.